നമസ്കാരം. സോംജിസ് മിററിൽ സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്കറ്റ് നിരാശാജനകമായ ഒരാഴ്ചയാണ് കാഴ്ചവെച്ചത്. 24,837 നിഫ്റ്റി ക്ലോസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും നിരാശയുടെ ഒരു ലാഞ്ചന കാണുന്നുണ്ട് എല്ലാവരുടെയും പ്രവർത്തനങ്ങളിൽ. മാർക്കറ്റ് ബിയറിഷ് ട്രെൻഡിലേക്ക് ഏകദേശം വീണ് കഴിഞ്ഞു എന്ന് അനലിസ്റ്റുകൾ കണക്കുകൂട്ടുന്നു. 24,900 എല്ലാവരുടെയും പ്രതീക്ഷ ഉണ്ടായിരുന്നത്. അതും കവർ ചെയ്ത്, അതും ബ്രേക്ക് ചെയ്ത് പോന്നു കഴിഞ്ഞു. അപ്പോൾ ബിയറിഷ് ട്രെൻഡിലേക്ക് വീണ് കഴിഞ്ഞ ഒരു മാർക്കറ്റായാണ് ഇതിനെ കണക്കുകൂട്ടുന്നതെന്ന് വേണം പറയാൻ. എനിവേ, മാർക്കറ്റിൽ കഴിഞ്ഞ ആഴ്ച വന്ന റിസൾട്ടുകളൊന്നും മാർക്കറ്റിനെ ഉദ്ദീപിപ്പിക്കുന്നതായിരുന്നില്ല. കഴിഞ്ഞ ആഴ്ച റിസൾട്ടുകൾ വന്ന IT കമ്പനികൾ പലതും മാർക്കറ്റിൽ ഒരു നിരാശയാണ് ഉണ്ടാക്കിയതെന്ന് വേണമെങ്കിൽ പറയാം. നല്ല റിസൾട്ടുകൾ കൊണ്ടുവന്ന കമ്പനികളുമുണ്ട്, എന്നാൽ പോലും അത് മാർക്കറ്റിനെ ചലിപ്പിക്കാൻ തക്കതായില്ല എന്നതാണ് വസ്തുത. മാർക്കറ്റിൽ ഇപ്പോൾ വരുന്ന റിസൾട്ടുകൾക്ക് ആനുപാതികമായി മാത്രമാണ് ഈ താഴ്ച എന്ന് പറയാനാവില്ല. വളരെ മോശപ്പെട്ട റിസൾട്ടുകളൊന്നുമല്ല പല കമ്പനികളും റിപ്പോർട്ട് ചെയ്തത്. ഉദാഹരണത്തിന് നമ്മുടെ HDFC ബാങ്ക്, ICICI ബാങ്ക് നല്ല റിസൾട്ട് പുറത്തുവിട്ടു. റിലയൻസ് ഇൻഡസ്ട്രീസ് അത്ര മോശം റിസൾട്ടൊന്നുമല്ല പുറത്തുവിട്ടത്. എന്നിട്ട് പോലും മാർക്കറ്റിനെ അതിന് സ്വാധീനിക്കാനായില്ല എന്നുള്ളതാണ് വസ്തുത. റിലയൻസിൻ്റെ അടുത്ത നീക്കങ്ങളിലാണ് ആളുകളുടെ ശ്രദ്ധ. അതുവരെ അവരെ ആ രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് കാണുന്നത്. അത്ര വലിയ ചലനങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടാത്ത ഒരവസ്ഥയിലാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് കിടക്കുന്നത്. മറ്റൊന്ന് HDFC ബാങ്കാണ്. HDFC ബാങ്ക് അത്ര മോശമായ റിപ്പോർട്ടുകളാണ് പുറത്തുവിട്ടത് എന്ന് പറയാനാവില്ല. എന്നാൽ പോലും മാർക്കറ്റ് അതിനെ അങ്ങനെ ഒരു പോസിറ്റീവ് ആയി കണ്ടില്ല. ഡിവിഡൻഡ് നൽകുക, ബോണസ് നൽകുക ഒക്കെ ഉണ്ടായിട്ട് പോലും അതിന് ശക്തമായ രീതിയിൽ പിടിച്ചു നിൽക്കാനായിട്ടില്ല അതിൻ്റെ ഹൈയിൽ. ICICI ബാങ്ക് ഒരു നല്ല റിപ്പോർട്ട് പുറത്തുവിട്ടു. അതുമാത്രമാണ് ഒരു അല്പം മെച്ചപ്പെട്ട റിസൾട്ടിന് ശേഷം നല്ല മുന്നേറ്റം കാഴ്ചവെച്ച ഒരു ഷെയർ. FMCG സെക്ടർ പോലും മാർക്കറ്റിനെ പിന്തുണയ്ക്കുന്നില്ല. ബാങ്കിങ് സെക്ടർ ഓൾറെഡി അല്ലെങ്കിൽ തന്നെ അതൊരു താഴ്ചയിലേക്ക് നീങ്ങുകയാണ്. ശരിക്കും 57,000 എന്ന ഉയർന്ന നിലവാരത്തിൽ 57,000 മുകളിൽ എത്തിയ ഇൻഡെക്സ് പതുക്കെ ആ ലെവൽ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് ചുറ്റിത്തിരിയുകയാണ്. നല്ല റിസൾട്ടുകൾ അതിനകത്തും പ്രതീക്ഷ നൽകിയ റിസൾട്ടുകൾ വന്നത് ICICI ബാങ്ക് മാത്രമാണ്. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റിൽ കഴിഞ്ഞ ആഴ്ചയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തത് എന്താകുമെന്ന് ചോദിച്ചാൽ, അടുത്ത ആഴ്ച 24,800 താഴോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർക്കറ്റ് ഒരു ബിയറിഷ് ട്രെൻഡിലേക്ക് തന്നെയാണ് പോകുന്നത്. അതിൻ്റെ താഴ്ചകൾ അമേരിക്ക ഏർപ്പെടുത്തുന്ന താരിഫിൻ്റെ അവസ്ഥ എന്താകും എന്നുള്ളതും നമ്മളെ ബാധിക്കുന്ന അവസ്ഥ തന്നെയാണ്. നല്ല രീതിയിലുള്ള ഒരു, അല്ലെങ്കിൽ ഇന്ത്യക്ക് മികച്ച രീതിയിലൊരു ട്രേഡ് എഗ്രിമെൻറ്റ് ഉണ്ടാക്കാനായില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് മാർക്കറ്റിന് വളരെയേറെ ദോഷം ചെയ്യുമെന്നുള്ളതിന് സംശയമില്ല. സെൻറ്റിമെൻറ്റ്സ് ആ രീതിയിൽ തന്നെയാണ്. അപ്പോൾ മാർക്കറ്റിൽ ജാഗ്രതയോടെ തുടരുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജാഗ്രത വളരെ കൃത്യമായി നിങ്ങൾ ഷെയറുകളെ നിരീക്ഷിക്കുന്നതിലാവണം, അവയിൽ നിക്ഷേപം നടത്താനുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോഴുമാകണം. താഴ്ചകൾ ഇപ്പോൾ നല്ല റിസൾട്ടുകൾ പുറത്തു വിട്ട ഷെയറുകൾ പോലും താഴുകയാണ്. അങ്ങനെ താഴുന്ന ഷെയറുകളെ, ബ്ലൂ ചിപ്പ് ഷെയറുകളെ നോക്കാവുന്നതാണ്. അവയുടെ താഴ്ചകളിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ഓരോ അവസ്ഥകളുണ്ടോ എന്ന് വാച്ച് ചെയ്യുക. പല ഷെയറുകളും ഇപ്പോൾ റിസൾട്ടിന് ശേഷം നല്ല രീതിയിൽ താഴോട്ട് പോകുന്നുണ്ട്. KFin ടെക്നോളജീസ്,
മറ്റ് കോഫോർജ്, പേഴ്സിസ്റ്റൻറ്റ് സിസ്റ്റംസ്, ഡിക്സൺ ടെക്നോളജീസ്, ഇതിനെയൊക്കെ താഴ്ചകൾ നിങ്ങൾക്കിടെ ഒരു അവസരമാക്കി മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപകാരപ്രദമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഡിക്സൺ ടെക്നോളജീസ് മാത്രമാണ് ഒരു അപവാദമായി ഉയർന്നു പോകുന്നതുള്ളൂ. ബാക്കി കോഫോർജൊക്കെ കഴിഞ്ഞ് റിസൾട്ടിന് ശേഷം നല്ല രീതിയിൽ അത് താഴോട്ട് വരികയാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റ് കേഫിൻ ടെക്നോളജീസ് യഥാർത്ഥത്തിലൊരു മോശം റിസൾട്ടാണ് പുറത്തുവിട്ടതെന്ന് വേണമെങ്കിൽ പറയാം. അതിനും താഴ്ചകൾ ഉണ്ടാകുന്നു. NSDLൻ്റെ IPO വരുന്നതിനനുസരിച്ച് ഈ CDSL, കേഫിൻ ടെക്നോളജീസ് ഇതിലൊക്കെ ചില മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ലീഡർ NSDL തന്നെയാണല്ലോ. NSDL മാർക്കറ്റിൽ ലീഡ് ചെയ്യുന്ന അവസ്ഥയിലാണ് അവർ പബ്ലിക് ഇഷ്യൂവിന് തുനിയുന്നത്. അപ്പോൾ പലർക്കും അതിലേക്കൊന്ന് മാറാനുള്ള ഒരു ടെൻഡൻസി മാർക്കറ്റിൽ ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം. അതുമല്ല, മാർക്കറ്റ് ഒരു ബിയറിഷ് ട്രെൻഡിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥയിൽ ഇത്തരം പബ്ലിക് ഇഷ്യൂ വരുമ്പോൾ അത് മാർക്കറ്റിനെ ബാധിക്കുക തന്നെ ചെയ്യും. എനിവേ, മാർക്കറ്റിൽ ശ്രദ്ധയോടെ ഇരിക്കുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈ പറഞ്ഞ പോലെയുള്ള ഷെയറുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ നിർത്തുക. അടുത്ത ആഴ്ച വരാനിരിക്കുന്നുണ്ട്. ITCയും HULഉം ഒക്കെ റിസൾട്ടുമായിട്ട് വരും. FMCG സെക്ടർ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫോക്കസിലുള്ള ഒരു സെക്ടറാണ്. മാർക്കറ്റ് ഒരല്പം ശ്രദ്ധ അതിന് കൊടുക്കുന്നുണ്ട്. FMCG അടുത്ത ഈ ഫിനാൻഷ്യൽ ഇയറിലും അടുത്ത ഫിനാൻഷ്യൽ ഇയറിലും ഒക്കെ നന്നായി മുന്നേറാൻ സാധ്യതയുണ്ട് എന്ന് എല്ലാവരും കണക്ക് കൂട്ടുന്നുണ്ട്. കാരണം നമ്മളുടെ സാമ്പത്തിക രംഗത്ത് ഈ വർഷം കൊടുത്തിട്ടുള്ള ഇളവുകൾ, ഇൻകം ടാക്സിൻ്റെ പരിധിയിൽ കൊടുത്തിട്ടുള്ള ഇളവുകൾ, മറ്റ് ഈ റൂറൽ ഏരിയകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, റൂറൽ ഏരിയയിലൊക്കെ FMCG നല്ല രീതിയിൽ മുന്നേറ്റം കാഴ്ചവെക്കുന്നു എന്നാണ് കമ്പനികളുടെ റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു ശക്തമായ ഒരു ബേസ് ഉണ്ടാവുകയാണ്. FMCG മേഖലയിൽ റൂറൽ ഏരിയയാണ് ശക്തമായി മുന്നേറുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന് കൂടുതൽ സാധ്യതകളുണ്ട്. ഈ മൺസൂണൊക്കെ നല്ല രീതിയിൽ ലഭിച്ച് ഉൽപ്പാദനം കൂടുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് FMCG സെക്ടറിന് ഒരു ശക്തമായ അനക്കമുണ്ടാവുക. അപ്പോൾ തീർച്ചയായും ആ സെക്ടറിനെ വാച്ച് ചെയ്യുക. ITC, HUL ഒക്കെ നല്ല റിസൾട്ട് വരുമോ എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യമാണ്. അവയൊക്കെ വളരെയേറെ താഴോട്ട് വരികയാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ മാർക്കറ്റ് ടെൻഡൻസിക്ക് അനുസരിച്ച് ITC നല്ല രീതിയിൽ പോകേണ്ടതായിരുന്നു. ആ ഷെയർ അത്രയൊന്നും അനങ്ങിയിട്ട് പോലുമില്ല. എത്രയോ നാളായി അങ്ങനെ ഒരു ലെവലിൽ തന്നെ സ്ഥിതി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ശ്രദ്ധിക്കുക, ഇത്തരം ഷെയറുകളാണ് നമ്മളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത്. ജാഗ്രത മാർക്കറ്റിൽ ആവശ്യമായിരിക്കുന്നു. തീർച്ചയായിട്ടും ശക്തമായ ടെൻഡൻസി ഏതാണെന്ന് വെച്ചാൽ ഇപ്പോൾ ബിയറിഷ് ട്രെൻഡിലേക്ക് മാറുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ആ രീതിയിൽ നിന്ന് അതിനുണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നല്ലൊരു താരിഫ് എഗ്രിമെൻ്റ് അമേരിക്കയായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറ്റങ്ങളുണ്ടാവും. ആ മാറ്റങ്ങളാണ് നമ്മൾക്ക് ഉത്തേജകം പകരുക. അല്ലെങ്കിൽ മോശമായാൽ തീർച്ചയായിട്ടും അത് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സിനെ തീർച്ചയായിട്ടും ബാധിക്കുകയും ചെയ്യും. ഓക്കെ, എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഒക്കെ സഹായിക്കുക. വീണ്ടും കാണുന്നതുവരെ നമസ്കാരം, നന്ദി.